നമസ്കാരം, സമകാലികത്തിലേക്ക് സ്വാഗതം. സാർ. സാർ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളല്ല കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് വിദ്യാർത്ഥി സമരവും. അത് പ്രത്യേകിച്ച് സർവകലാശാലയുടെ നടത്തിപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ, അലങ്കോലമാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സാങ്കേതിക സർവകലാശാലയിലേക്ക് SFIയുടെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. അത് അക്രമാസക്തമാവുകയാണ്. അതിൽ അവർ പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊന്നും തന്നെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണോ അല്ലയോ എന്നുള്ളത് സാധാരണ ജനങ്ങൾ പോലും ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം, അതിൻ്റെ ഒരു അതിപ്രസരമാണോ ഇപ്പോൾ സർവകലാശാലകളിലും സ്കൂളുകളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും കലാലയം എന്ന് പറയുന്നത് കലാപാലയങ്ങളായും വിദ്യാഭാസമായും മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് അടിയന്തരമായിട്ട് നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ നിലവാരം, വിദ്യാഭ്യാസ നിലവാരം, സാംസ്കാരിക നിലവാരം എല്ലാം അധപ്പതിച്ചു പോകും. മുമ്പ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആഗോളതലത്തിൽ വളരെ വിലയുള്ളതായിരുന്നു. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഈസി വാക്ക് ഓവർ ആയിരുന്നു. ഇന്ന് നേരെ തിരിച്ചായിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞാൽ അവിടെ വേറെ ടെസ്റ്റ് എഴുതേണ്ട അവസ്ഥ വരെ പലയിടത്തും വരികയാണ്. ഈ ഒരു അധപ്പതനം നമുക്ക് സഹിക്കാവുന്നതല്ല. അത് രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടാണ്. നമ്മളിപ്പോൾ കണ്ണൂരിലെ ഇന്നലത്തെ പൊളിറ്റിക്സ് കണ്ടില്ലേ? കണ്ണൂർ യൂണിവേഴ്സിറ്റി പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് 26 വർഷമായിട്ട് SFIയുടെ കയ്യിലിരിക്കുന്നതാണ്. അത് തട്ടിപ്പോകാതിരിക്കാനായിട്ട് അവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ ഭയങ്കരമായ രൂക്ഷമായ അക്രമത്തിലേക്കാണ് പോകുന്നത്. ആ ഇലക്ഷൻ എങ്ങനെ നടന്നു നോക്കുക. നജിയ റൌഫ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ആ കുട്ടി അവിടെ വൈസ് ചാൻസലറായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി സമീപിച്ചിട്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്ന രീതിയിൽ പറഞ്ഞ് പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി ഇലക്ഷൻ നടത്താൻ ഹൈക്കോടതിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് പോലീസ് കോമ്പസിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ പോലീസ് കോമ്പസിനകത്ത് വരത്തില്ലല്ലോ. എന്നിട്ട് ഇലക്ഷൻ നടത്തിയിട്ട് തന്നെ ഇത്ര വലിയ അക്രമം നടക്കുകയാണ്. അപ്പോൾ പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അക്രമം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടക്കുന്നുവെന്ന് പറഞ്ഞാൽ, അതും ഇലക്ഷന് മുമ്പായിട്ടൊക്കെ നടക്കുന്നുവെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇലക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? അപ്പോൾ ഇതാണോ നമ്മുടെ മാതൃക? നമ്മളെന്തിനാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം കുട്ടികളെ പഠിപ്പിക്കുന്നത്? നാളത്തെ പൗരന്മാരായി വന്ന് നമ്മുടെ പാർലമെൻറ്റിനെയും നമ്മുടെ ഭരണത്തെയും ഒക്കെ നയിക്കാനായിട്ടുള്ള പക്വതയുള്ളവരാക്കി മാറ്റാനാണ്. അപ്പോൾ ചട്ടമ്പികളാക്കി മാറ്റാൻ, റൗഡികളാക്കി മാറ്റാൻ, താന്തോന്നികളാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ശൈലി ശരിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ SFI എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയം വരുന്നു. വടക്ക് MSFൻ്റെ നേതൃത്വത്തിൽ വർഗീയ രാഷ്ട്രീയം, തെക്ക് ABVPയുടെ സംഘപരിവാർ രാഷ്ട്രീയം, ഇങ്ങനെ വന്ന് വർഗീയ രാഷ്ട്രീയം വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പല SFI, ASF, KSU പിള്ളേരോടെല്ലാം ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈ രാഷ്ട്രീയങ്ങളെല്ലാം വരുന്നത് SFI കാരണമാണെന്നാണ്. SFIയുടെ അക്രമ രാഷ്ട്രീയം വരുമ്പോൾ ഞങ്ങൾ അതിനെ ചെറുക്കാനായിട്ട് ചില ബദൽ മാർഗ്ഗം കുറച്ചുകൂടെ ബലമുള്ള MSFൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബലമുള്ള ABVPയുടെ കൂടെ പോകും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ KSU ഫലത്തിൽ അല്ലെങ്കിൽ ASFനൊന്നും റോളില്ലാതായി. ഇപ്പോൾ CPI എന്ന് പറയുന്ന പാർട്ടി LDFിലെ രണ്ടാമത്തെ പാർട്ടിയാണ്. പക്ഷേ അവരുടെ രണ്ടാം സ്ഥാനം കോളേജിൽ ഇല്ലാതായി. ഇല്ലാതായതല്ല, ഇല്ലാതാക്കിയതാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ കൊടി വയ്ക്കാൻ പോലും പലയിടത്തും സമ്മതിക്കില്ല. ഇത് KSUക്കാർ തന്നെ പരാതി പറയുകയാണ്. നിങ്ങൾ വേറൊന്നും വേണ്ട, ഞങ്ങളത് പോട്ടെ. അവരുടെ സഹോദര സംഘടനയായിട്ട് നിൽക്കുന്ന ASFൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് കൊടി വയ്ക്കാൻ പറ്റില്ല, അവർക്ക് മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല. അവരുടെ ഒരു വനിതാ ഒരു പെൺകുട്ടിയെ ചവിട്ടുകയും അവരെ അച്ഛനില്ലാത്ത കുട്ടി ഉണ്ടാക്കി തരുമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് അധിക്ഷേപിക്കുന്ന, അത് പിന്നോക്കക്കാരിയായ ഒരു വിദ്യാർത്ഥിനിയെ വരെ അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ SFI എന്ന് പറയുന്നത് കലാല രാഷ്ട്രീയത്തിൽ കലാപം ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നാമത്തെ ആളാണ്. അതുകൊണ്ടാണ് അവർ ഇത് പിടിച്ചടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സുരേഷ് കുറുപ്പും ചെറിയാൻ ഫിലിപ്പും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ SFI KSU നേതാക്കളൊക്കെ. അപ്പം അവരൊക്കെ വേറൊരു സമീപനമാണ് എടുത്തിരുന്നത്. പലപ്പോഴും അക്രമത്തിന് എതിരായിട്ട് നിന്നുകൊണ്ട് കുട്ടികളുടെ കലാലയത്തിലെ സാമൂഹികമായ അല്ലെങ്കിൽ സാംസ്കാരികമായ മാറ്റങ്ങൾക്കുള്ള ഒരു കരുവാകുക, അതുപോലെ തന്നെ കലാ വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ, സാഹിത്യ വിഷയങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത്തരം വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിനെ കീഴടക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇപ്പം ശരീരത്തെ കീഴടക്കാനാണ് ശ്രമിക്കുന്നത്. ശരീരത്തെ കീഴടക്കിക്കൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും ബലപ്പെടുത്തി തൻ്റെ വരുതിക്ക് കൊണ്ടുവരാനാണ് പല സ്റ്റുഡൻസ് ഓർഗനൈസേഷനും ശ്രമിക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ്. യുവാവെന്ന് പറഞ്ഞാൽ എന്താണ്? ത്രസിക്കുന്ന യുവാവായിരിക്കണം. അതിനാണ് നമ്മൾ യുവാക്കൾക്ക് വോട്ട് ചെയ്യാനൊക്കെ ആളുകൾ പറയുന്നത്. യുവ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അതിന് വോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ആ യുവാവാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും, സത്യം തുറന്നു പറയും, സത്യം പ്രവർത്തിക്കുമെന്നൊക്കെയാണ്. ഇപ്പോൾ അത് നേരെ തിരിച്ചാണ്.
യൂണിവേഴ്സിറ്റികളിലൊക്കെ കള്ളം പറയുന്നവർക്കാണ് സ്ഥാനം, അക്രമം കാണിക്കുന്നവർക്കാണ് സ്ഥാനം. എന്തിന് ഞാൻ അതിശയം വിചാരിച്ചു, ചില പെൺകുട്ടികളെ കൊണ്ട് വിളിപ്പിക്കുന്ന മുദ്രാവാക്യം കയ്യും വെട്ടും കാലും വെട്ടും നിൻ്റെയൊക്കെ തലയും വെട്ടും എന്നാണ്. പെൺകുട്ടികൾ വിളിക്കുന്നത് സഹപ്രവർത്തകരോടല്ല, കൂട്ടുകാരോടല്ല, പ്രൊഫസറോടാണ്, പ്രിൻസിപ്പലിനോടാണ്, ഡീനിനോടാണ്, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോടാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഭാരവാഹികളോടാണ്, ഭരണാധികാരികളോടാണ്. ഈ വിധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം പോയാൽ എന്ത് ചെയ്യും? ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. സാർ, അതിൽ ഒരു സംശയം തോന്നുന്നത്, കേരളത്തിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സമരങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ SFIയുടെ പേര് നിരന്തരമായി കേൾക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയധികം വലിയ വിഷയങ്ങളില്ല എന്ന് പലരും പറയാറുണ്ട്. പല സമയങ്ങളിൽ അവിടെ ഉണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം. എന്നിരുന്നാൽ പോലും ഇതുപോലെ അക്രമ രാഷ്ട്രീയം ഒന്നും തന്നെ അവിടെ ഇല്ല എന്നാണ് പലരും പറയാറുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. അവിടെ മറ്റ് കാൻഡിഡേറ്റിന് മത്സരിക്കാൻ പോലും കഴിയില്ല, ഇപ്പോൾ കൊടിവെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായൊരു സാഹചര്യം അത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ? അതെ, അത് പറയുന്നത് ഈ ആശയപരമായിട്ട് കീഴടക്കുന്നതിന് പകരം ഇപ്പോൾ ശാക്തികമായിട്ട് കീഴടക്കുന്ന ഒരു ശൈലി. എല്ലാ SFIയുടെ കേന്ദ്രങ്ങളിലും 2 ഗുണ്ടകളെ നിർത്തുമെന്നാണ് നമ്മുടെ വൈസ് ചാൻസലർ തന്നെ പറയുന്നത്. ഇപ്പോൾ ഗുണ്ടകളാണ് യുവാക്കളല്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികളല്ല, അവർ ഗുണ്ടകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുണ്ടകളെ ഇതിനകത്ത് കയറ്റിവിടുക. അപ്പോൾ അവരെ 1-2 പേരെ വെച്ചിട്ട് മറ്റ് കുട്ടികളെ മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അതിശയപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ ആ ഗുണ്ടകൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്താണ്? ഗുണ്ടായുസം കാണിക്കാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നഗരസഭകളിലും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് വികസനം സംസാരിക്കേണ്ട സ്ഥലമാണ്. ഡെവലപ്മെൻറ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് ബെഞ്ചിൽ കയറി നിന്ന്, ഡെസ്കിൽ കയറി നിന്ന് നിയമസഭ മോഡലിൽ, പാർലമെൻറ്റ് മോഡലിൽ ബഹളം കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ എങ്കിലും നമ്മുടെ രാഷ്ട്രീയം എത്രത്തോളം അധപ്പതിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഇന്ന് VC ശ്രീ മോഹൻ കുന്നുമേൽ പറഞ്ഞത്, എനിക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായിട്ടും സെനറ്റ് അംഗങ്ങളുമായിട്ടും സംസാരിക്കും, കാരണം ഇവരൊക്കെ വിവരമില്ലാത്തവന്മാരാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തവരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്ഷരാഭ്യാസം ഇല്ലാത്തവരുമായിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല എന്നൊരു VCക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? അതിന് കാരണമുണ്ട്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റിയുടെ ബോഡിയാണ്. യൂണിവേഴ്സിറ്റിയുടെയും അക്കാഡമിക് കാര്യങ്ങളും കരിക്കുലവും വിദ്യാർത്ഥികളുടെ ഭാവിയും നിശ്ചയിക്കേണ്ട സ്റ്റിയറിംഗ് കമ്മിറ്റി അവരാണ്. അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ വെറും രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി മാറുന്നു. അധ്യാപകർ എന്ന് പറഞ്ഞിട്ട് ഓരോ വകുപ്പിൻ്റെയും ഹെഡാണ്, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെ, അല്ലെങ്കിൽ മാത്സിൻ്റെ എന്നൊക്കെ പറഞ്ഞു വരുന്നവർ പോലും രാഷ്ട്രീയ ലഘുലേഖ വിതരണം ചെയ്യുന്നവരും പോസ്റ്റർ ഒട്ടിക്കുന്നവരുമായി മാറിയിരിക്കുന്നു. അവർക്കും വിദ്യാഭ്യാസമില്ല. അവർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നത് മറ്റേതിലാണ്. ഇതിലേറ്റവും രസം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ്റെ മക്കൾ, ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥരുടെ, IPS ഉദ്യോഗസ്ഥരുടെ, സയൻറ്റിസ്റ്റുകളുടെ, പണക്കാരുടെ, മറ്റ് IT എക്സ്പേർട്ടുകളുടെ, ഇവരുടെ എല്ലാവരുടെയും, അതായത് സമൂഹത്തിലെ ഉന്നതരായവരുടെ മക്കളെ മുഴുവൻ അവർ ഒന്നുകിൽ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലായിരിക്കും, അല്ലെങ്കിൽ കോളേജുകളിലും സ്കൂളിലും, അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളിലായിരിക്കും. കേരളത്തിലെ സ്ഥാപനങ്ങളിൽ അവർ പഠിപ്പിക്കാറില്ല. സർക്കാർ സംവിധാനത്തിൽ അവർക്ക് വേണ്ട. പല മന്ത്രിമാർ പോലും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. MLAമാർ ഒക്കെ എങ്ങനെയാണ്. എന്നിട്ട് ഈ തമ്മിത്തെല്ലാം വിട്ടിരിക്കുന്ന ആരെയാണ്? നാളത്തേക്ക് വേണ്ട കുഞ്ഞാടുകളെ സൃഷ്ടിക്കാനുള്ള ഒരു കലാപ കേന്ദ്രമാക്കി കലാലയങ്ങളെ മാറ്റുകയും, നാളെ മുദ്രാവാക്യം വിളിക്കാൻ ഞങ്ങൾക്ക് കുറേ പേരെ വേണം, അടികൂടാൻ ഞങ്ങൾക്ക് കുറേ പേരെ വേണം, അതിന് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പേരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത്. സാർ, ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ മക്കളൊന്നും തന്നെ ഈ പറയുന്നത് പോലെ അടി ഉണ്ടാക്കാനോ അടി വാങ്ങാനോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ ഒന്നും തന്നെ കാണാറില്ല. തലപൊട്ടി ഒരു എങ്കിൽ വലിയ വാർത്തയാവും. ഇന്ന മന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ മകൾ തല പൊട്ടി ഒലിച്ച് കിടക്കുന്നു പറഞ്ഞാൽ അത് പിന്നെ വലിയൊരു വാർത്തയാവും. മന്ത്രിയുടെ പരിവാരങ്ങളും എല്ലാം അവിടെ എത്തും. അങ്ങനെ ഒരു സംഭവമേ നമ്മൾ ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. അതിൻ്റെ കാരണം അവരൊക്കെ സുരക്ഷിത താവളങ്ങളിൽ, നല്ല നല്ല പ്രൈവറ്റ് കോളേജുകളിൽ, സ്വാശ്രയ കോളേജുകളിൽ ഒക്കെയാണ് പഠിക്കുന്നത്. സാധാരണക്കാരൻ്റെ മക്കളെ ചാറാക്കി ഇറക്കുക. സാധാരണക്കാരൻ്റെ, തൊഴിലാളിയുടെയും കർഷകൻ്റെയും ഓട്ടോറിക്ഷക്കാരൻ്റെയും ഒക്കെ മക്കൾ, അവർക്ക് മറ്റു നിവൃത്തിയില്ല. അവർക്ക് ഇതുപോലെ 5 സ്റ്റാർ സ്കൂളിൽ അയക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അടുത്തുള്ള കോളേജ്, അടുത്തുള്ള സ്കൂള് അവിടെ അയക്കും. എങ്ങനെയെങ്കിലും പോയി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു PSCയിൽ ഒരു ജോലി കിട്ടുമെന്നാണ് അവർ ശ്രമിക്കുന്നത്. PSC ലിസ്റ്റ് വന്നാൽ മുട്ടഴിയുക, മുട്ടുകുത്തി നീക്കുക എന്നൊക്കെയുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ കലാലയങ്ങൾ കുട്ടികൾക്ക് നശിക്കാനുള്ള കേന്ദ്രങ്ങളായിട്ട്, ഭാവി കേരളത്തിൻ്റെ അക്രമാസക്തമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള കേന്ദ്രങ്ങളായിട്ട് വരുന്നു. അതുകൊണ്ടാണ് അക്രമം നാട്ടിൽ പെരുകുന്നത്, അതുകൊണ്ടാണ് തെരുവിൽ അക്രമം പെരുകുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അന്തഃഛിദ്രം ഉണ്ടാകുന്നത്.
യുവാക്കളാണ് ഇതിനൊക്കെ തിരിച്ചു നിൽക്കേണ്ടത്. അതായത് പിന്നെ അക്രമത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന വർഗീയതയ്ക്കെതിരെ, മറ്റ് ഭീകരതകൾക്കെതിരെയൊക്കെ പോരാടേണ്ട യുവാക്കൾ അതിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അവരതുമായി സമരസപ്പെട്ടിരിക്കുന്നു. സത്യം പറയാത്തവരായിരിക്കുന്നു. സത്യം പറയുക എന്നുള്ളത് ഇപ്പം അന്യമായി, കാരണം അവരെ കള്ളം പറയാൻ പഠിപ്പിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്യാനായിട്ട് പറയും, ആ തെറ്റിനെ പിന്നെ കോടതിയിൽ പോയിട്ട് കള്ളം പറഞ്ഞ് ജയിപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ തെറ്റാണ് ചെയ്യേണ്ടത്, അസത്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞു. അതിന് മാറ്റാൻ പറ്റില്ല. സാർ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്, പണ്ടത്തെ കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം, അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇന്നത്തെ കാലം ഏത് രീതിയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ ഒരു വിദ്യാർത്ഥി സംഘടന എങ്ങനെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്? എന്താണ് അതിൻ്റെ ഒരു മാതൃക? അതിൻ്റെ ഒരു മാതൃക എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയത്, ആനന്ദകരമായിട്ട് തോന്നിയ ഒരു മാർഗം എന്ന് പറയുന്നത് ജാപ്പനീസ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഒരു മെത്തേഡാണ്. അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി യൂണിയൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുക, അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങുകൾ യൂണിയൻ്റെ തലത്തിൽ കൊടുക്കുക, അതിൽ മോശമായ കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുക, സപ്പോർട്ട് കൊടുത്ത് അവരെ മികച്ചവരാക്കുക, ലാംഗ്വേജിൽ എക്സ്പേർട്ടാക്കുക, ഇൻ്റർനാഷണൽ ലാംഗ്വേജുകൾ പഠിപ്പിക്കുക, അവരുടെ ജാപ്പനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക, കുട്ടികളുടെ കലയും ക്രിയേറ്റിവിറ്റിയും പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അവർ എപ്പോഴെങ്കിലും സമരത്തിൽ ഏർപ്പെടുന്നെങ്കിൽ അത് ഒറ്റ കാര്യത്തിന് അവർ വേറെ രാഷ്ട്രീയം, ദേശീയ, അന്തർദേശീയ ഒന്നിലും ഇടപെടില്ല. അവർ തമ്മിലടിയില്ല. ഒറ്റ കാര്യത്തിൽ അവർ ഇടപെടുള്ളൂ. ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പഠനത്തിന് തടസ്സം വരുന്ന എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ചെയ്താൽ അതിലവർ ഇടപെടും. അന്ന് അവർ പ്രൊട്ടസ്റ്റിന് വരുന്ന രണ്ട് പ്രൊട്ടസ്റ്റാണ് അവിടെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഒന്ന് സിറ്റ് ഇൻ സമരം, അതായത് കുത്തിയിരിപ്പ് സമരം, നിശബ്ദമായിട്ട് വന്നിരുന്ന് പ്ലക്കാർഡും വെച്ചിട്ട് സമരം ചെയ്യുന്ന ഒന്ന്. രണ്ടാമത്തേത് യൂണിവേഴ്സിറ്റി കാമ്പസിൽ പിന്നെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക, അതായത് ക്രിയേറ്റീവായിട്ടുള്ള അറ്റകുറ്റപ്പണികളോ അങ്ങനത്തെ കാര്യങ്ങളോ ചെയ്യുക, ക്ലീനിങ് നടത്തുക. ഇപ്പോൾ ക്ലീൻ, വി ആർ ഓൺ സ്ട്രൈക്ക് ഇന്ന വിഷയത്തിലെന്ന് പറഞ്ഞ് ബോർഡും പ്ലക്കാർഡും ഒക്കെ വെച്ചിട്ട് പിള്ളേർ അവിടുത്തെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ടി വിക്കാർ വന്ന് ചോദിക്കുകയാണ്, ഇവിടെ നമ്മൾ തല പൊട്ടിക്കുമ്പോഴല്ലേ ടി വിക്കാർ വന്ന് പടം എടുക്കുന്നത്. അതിന് പകരം അവിടെ ചോദിക്കുന്നത്, കുട്ടികളെ എന്തിനാണ് നിങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ, ഈ യൂണിവേഴ്സിറ്റി മലീമസപ്പെട്ടിരിക്കുന്നു, ഇവിടെ ഇന്ന തെറ്റുകൾ നടക്കുന്നു, അത് മാറ്റാനാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഇന്ന തടസ്സങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുകയാണ് കുട്ടികൾ. എന്തിനാണ് കോമ്പൗണ്ട് വാൾ പെയിൻ്റ് അടിക്കുന്നത്? അത് യൂണിവേഴ്സിറ്റിയുടെ ഇന്ന തെറ്റുകൾ ഉണ്ട്, അത് മാറ്റാനായിട്ട് ഞങ്ങൾ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിലാണ് സമരം. ശരിക്കും അങ്ങനെയാണ് ക്രിയേറ്റീവായിട്ടുള്ള സമരങ്ങളാണ് നടക്കേണ്ടത്. നമുക്കിപ്പോൾ അത്ര ഫോർവേഡായിട്ട് പോയില്ലെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റി യൂണിയനുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അവർ അക്രമത്തിനെതിരായിട്ട് നിൽക്കേണ്ടവരാണ്. അവർ എല്ലാവിധ സമരങ്ങളും സമാധാനപരമായിട്ട് നടത്തേണ്ടത് ഡെമോക്രസിയുടെ ആവശ്യമാണ്. ഡെമോക്രസിയിൽ അക്രമത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ നിയമസഭകളിലോ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നഗരസഭകളിലോ ഒക്കെ എന്തെങ്കിലും അക്രമം നമ്മുടെ രാഷ്ട്രീയക്കാർ കാണിക്കുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നുന്നു. പക്ഷെ അതവർക്ക് മനസ്സിലാകുന്നില്ല. സ്ത്രീകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം 50% വനിതകൾക്ക് സംവരണം ഉള്ളതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും സ്ത്രീകൾ ഒത്തിരിയുണ്ട്. ഈ സ്ത്രീകൾ പോലും പുരുഷന്മാർ ചെയ്യുന്ന പോലെ ഡെസ്കിൻ്റെ മുകളിൽ കയറി നിന്ന് നൃത്തം ചവിട്ടുക, ആഭാസം പറയുക, പുസ്തകം വലിച്ചു കയറുക, മൈക്ക് ഒടിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊന്നും അത് പറഞ്ഞിട്ടേ ഇല്ല. അതിൽ പ്രതിപക്ഷമില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു ചേരുക, ആ പഞ്ചായത്തിൻ്റെ വികസനത്തിന്, അവിടുത്തെ ജനതയുടെ മേന്മയ്ക്ക്, ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കുക, പ്രവർത്തനം നടത്തിയത് മാത്രമാണ്. നമ്മൾ നേരെ തിരിച്ചായി അക്രമം, അഴിമതി, ആഭാസത്തരങ്ങൾ, അസത്യം, ഒരു സത്യം പറയാത്തവരായ യുവാക്കളുടെ പ്രത്യേകത എന്താണ്? അവർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാകുന്നവരാണ് യുവാക്കൾ. ഇന്ന് നേരെ തിരിച്ചാണ്, അക്രമത്തിന് വേണ്ടി നിലകൊള്ളുക. ഒരാൾ മരണം സംഭവിച്ചാൽ ആ മരണം എന്താണെന്നുള്ളത് കോടതിയെ പോലും അറിയിക്കാതിരിക്കത്തക്ക വിധത്തിൽ കള്ളം പറയുക. ഈ വിധത്തിലായില്ലേ നമ്മുടെ പോക്ക്? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇപ്പം നിലവിൽ നമ്മുടെ ശിവൻകുട്ടി മോഡൽ എന്നാണ് സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ കുട്ടികൾ തന്നെയാണ് കണ്ടുപഠിക്കുന്നത്, അവരുടെ മന്ത്രിയല്ലേ. അതെ. അപ്പോൾ നിലവിൽ ഇങ്ങനെയുള്ള കുട്ടികൾ, ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ, അവർ ഭാവിയിൽ മന്ത്രിമാരാവും, MLA-മാരാവും, MP-മാരാവും, നമ്മളെ നയിക്കേണ്ടവരായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇനിയുള്ള കേരളത്തിൻ്റെ അവസ്ഥ? ഇപ്പം തന്നെ അവസ്ഥ മോശമായല്ലോ. നമുക്കിപ്പോൾ സ്വസ്ഥമായിട്ട് റോഡിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ഒരു ഫ്രഞ്ച് സാഹിത്യകാരൻ ഇവിടെ വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സ്ട്രീറ്റ് കാണണം എന്ന് പറഞ്ഞു. സഞ്ചാര സാഹിത്യകാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സ്ട്രീറ്റ് കാണിക്കാൻ പോയപ്പോൾ ഞാൻ എന്താണ് ഈ സ്ട്രീറ്റ് കാണാമെന്ന് പറഞ്ഞു. ഈ സ്ട്രീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹം എങ്ങനെയാണെന്ന്
ചലിക്കുന്നതെന്ന് മനസ്സിലാവും. ട്രാഫിക് സിഗ്നൽ കറക്റ്റ് ആകുന്നുണ്ടോ, സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വണ്ടികൾ പരസ്പരം ഇടിക്കുന്ന വിധത്തിലാണോ വരുന്നത്, യാതൊരു ചിട്ടയും ഇല്ലാതെ ഓവർടേക്ക് ചെയ്ത് പിന്നെ ലൈൻ തെറ്റിച്ചുകൊണ്ട് ഇടതും വലതും ഒക്കെ കയറി പോകുന്നുണ്ടോ, റോഡെ വരുന്നവൻ ക്യൂ പാലിച്ചാണോ ബസ്സിൽ കയറുന്നത്, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കറക്റ്റാണ്. അതുപോലെ പോസ്റ്ററുകൾ ഒട്ടിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ടോ, നമ്മുടെ സിഗ്നൽസ് പോസ്റ്റർ ഒട്ടിച്ച് മറയ്ക്കുന്നുണ്ടോ, അനാവശ്യമായിട്ട് ഫ്ലക്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ടോ, നമ്മുടെ സാംസ്കാരിക പൈതൃകം പുലർത്തുന്ന സ്ഥലങ്ങളിൽ അവിടെ വൈകൃതങ്ങളായ പോസ്റ്ററുകൾ കൊണ്ട് മറച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സംസ്കാരം എങ്ങനെയാണെന്ന് പിടികിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൻ്റെ കാര്യം പോക്കാന്നായിരിക്കും. ഞാനൊന്നും ചോദിച്ചില്ല, കാരണം ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ഇന്നതായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം അതിശയത്തോടു കൂടി പല കാര്യങ്ങളും നോക്കിയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ റിഫ്ലക്ഷൻ, നമ്മുടെ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ ഓരോ ഇതിലും കാണിക്കുന്നത്, ഓരോ സംഭവങ്ങളും കാണിക്കുന്നത്. പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? ഇപ്പോൾ പോലീസിൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട്, പോലീസിൻ്റെ ഡിസിപ്ലിനും ധർമ്മവും നിലനിർത്താൻ മോളിൽ നിന്നുള്ള സമ്മർദ്ദമില്ല, താഴെ നിന്നും സമ്മർദ്ദമില്ല. അപ്പോൾ ഇത് തെറ്റിനെ തെറ്റാക്കി കൊണ്ടുപോകാനുള്ളൊരു ത്വര നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട്, നമ്മുടെ പല സാമൂഹിക പ്രവർത്തനങ്ങളിലുണ്ട്. ഇത് തെറ്റിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ വേദി ഒരുക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലും പല സംഘടനകളിലും വന്നിരിക്കുന്നത് ഭവിഷ്യത്ത് തന്നെയാണ്. ഇതെങ്ങനെ മാറ്റണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഒന്നുകിൽ രാഷ്ട്രീയം തൽക്കാലത്തേക്ക് നിരോധിച്ച് വയ്ക്കുക, എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു സമരവും ഇല്ലായിരുന്നു. അന്ന് അച്യുതമേനോൻ ഗവൺമെൻറ്റിനെ 111 സീറ്റ് കൊടുത്ത് UDF ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ 20-20 UDFനാണ് കിട്ടിയത്. ഒറ്റ കാരണം കൊണ്ടാണ്. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഓഫീസുകൾ കറക്റ്റായിട്ട് നടന്നു. കൃത്യസമയത്ത് ഓഫീസിൽ പോകും, ജോലി ചെയ്യും, തിരിച്ചു പോകും. അവിടെ സമരമില്ല. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സമരമില്ല, സ്കൂളുകളിൽ സമരമില്ല. കുട്ടികൾ നന്നായിട്ട് പഠിക്കും. കവലച്ചട്ടമ്പികളും മറ്റ് റൗഡികളും റോഡിൽ ഇറങ്ങുന്നില്ല. കാരണം പോലീസൊക്കെ കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു. പോലീസിൻ്റെ പ്രവർത്തനം അത്തരക്കാരെ പിടിച്ചു കൊണ്ടുപോയി അകത്തിടുന്നതിനാണ്. അകത്തിട്ടാൽ ഇട്ടത് തന്നെ പിന്നെ തിരിച്ചിറങ്ങാൻ കുറച്ച് പാടുപാട്. അപ്പം അതുകൊണ്ട് എല്ലാം സമാധാനം. ഇന്ത്യയിൽ ഏറ്റവും സമാധാനമായിട്ട് അടിയന്തരാവസ്ഥ എൻജോയ് ചെയ്ത ഏക സംസ്ഥാനം കേരളമാണ്. ബാക്കി എല്ലായിടത്തും അട്രോസിറ്റികൾ പലതും നടന്നു, പല കുഴപ്പങ്ങൾ നടന്നു. ഇപ്പം നേരെ തിരിച്ചാണ്. അടിയന്തരാവസ്ഥ മാറിയപ്പോൾ ഇന്ത്യയിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വിദ്യാഭ്യാസവും സാംസ്കാരിക പ്രവർത്തനവും എല്ലാം നടക്കുന്നുണ്ട്. ട്രേഡ് യൂണിയൻ സമരം, അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ശരിയാണ്. ആ പണിമുടക്ക് എങ്ങനെയാണ്? മീൻ വിൽക്കുന്നവൻ്റെ മീനിനെ എടുത്ത് ദൂരെ എറിയുക, ഓട്ടോറിക്ഷ ഇറക്കിയാൽ അവൻ്റെ കൊങ്ങി പിടിക്കുക. അന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങുന്നത്, അല്ലാതെ വേറെ ലാഭം ഉണ്ടാക്കാനല്ല. ഇത് ട്രേഡ് യൂണിയൻകാർക്ക് മനസ്സിലാകുന്നില്ല. അന്നത്തെ അന്നത്തിന് വേണ്ടി 2 മീനിനെയും കൊണ്ടിറങ്ങുന്ന ആൾ, ഓട്ടോറിക്ഷയും കൊണ്ടിറങ്ങുന്ന ആൾ, അയാൾക്ക് ആജീവനാന്തം ദുഃഖം വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കുകയാണ്. ഈ വിധത്തിൽ നമ്മൾ അക്രമം വരുന്നതിൻ്റെ ഏക പോയിൻ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റികളാണ്. അവിടുന്ന് തുടങ്ങുന്നതാണ് പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലായിടത്തേക്കും കയറുന്നത്. ശരിക്കും വെട്ടിത്തെളിക്കേണ്ടത് അവിടെ നിന്ന് തന്നെയാണ്. വലിയ ഒരു മാറ്റം അവിടെ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട്. ഉറപ്പായും ഇന്ത്യയുടെ തന്നെ വളർച്ചയ്ക്ക് ഇത് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പറയേണ്ടത്. കേരളത്തിൽ നിന്ന് പോകുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറം രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ഒരു പ്രവർത്തനം, ഒരു ശുചീകരണം തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് പൊതുവേ ഉള്ളൊരു ആവശ്യം. ഉണ്ടാകുമെന്ന് മാത്രം പ്രത്യാശിക്കാം. അതെ. നന്ദി. നമസ്കാരം. നമസ്കാരം.